ഹായ് ഗായ്സ്, ചൂട് തുടങ്ങി. സ്കിന്നിൽ നന്നായി ടാനും അടിച്ചു തുടങ്ങി. കുറേ അധികം പേര് ബുദ്ധിമുട്ടുന്ന ഒരു സംഭവമാണ്. വെയിലത്തിറങ്ങണവരാണ് നിങ്ങളെങ്കിൽ, വണ്ടിയൊക്കെ ഓട്ടിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നന്നായിട്ട് ടാൻ അടിച്ച് നല്ലതായിട്ട് ഫേസും കൈയും കാലും എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെട്ട ഒരു കിടിലായിട്ടുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഞാൻ ഇന്ന് കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, ഞാനിത് യൂസ് ചെയ്ത് നല്ല 100% നന്നായിട്ട് റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ്. വേറെ ഒന്നുമല്ല, നമ്മളെ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി അത് വീട്ടിൽ കിട്ടുന്ന നല്ല പഴുത്തുടഞ്ഞ പഴവും പിന്നെ തൈരും. പഴം നമുക്ക് റോബസ്റ്റ പോലത്തുള്ള പഴം, പൾപ്പ് കൂടിയ പഴം എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, ആ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള തൈര് വെച്ചിട്ട് നന്നായിട്ടൊരു സംഭാരമൊക്കെ കലക്കി കുടിക്കുന്നതും സ്കിന്നിൻ്റെ പുറത്തല്ല ഉള്ളിൽ, നമ്മളെ ബോഡിക്ക് ഉള്ളിൽ നല്ല റിലീഫ് കിട്ടാൻ നല്ലൊരു സംഭവമാണ്. ഓക്കെ, ഞാൻ വിഷയത്തിന് തെന്നി മാറുന്നില്ല. വേറെ ഒന്നുമല്ല, നമ്മൾ സ്കിൻ കെയർ റൊട്ടീനിൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടാൻ റിമൂവർ ആയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. പഴം നന്നായിട്ട് ഉടച്ച് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് അതിലോട്ട് കുറച്ച് തൈര് എടുത്തിട്ട് അതിലോട്ട് ഞാനിവിടെ നാൽപ്പാമരാതി എണ്ണ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിരുന്നു. അത് കണ്ടിന്യൂ യൂസ് ചെയ്ത് നല്ല പിമ്പിൾസൊക്കെ റിമൂവായി നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അതും കൂടെ ഫേസിലും കയ്യിലും നെക്കിലും ഒക്കെ നമ്മളെ പ്രൈവറ്റ് പാർട്ടിൽ ഒഴിച്ച് ബാക്കിയുള്ള സംഭവത്തിലെല്ലാം നമുക്കിത് യൂസ് ചെയ്യാം. ഫുൾ ബോഡിയിൽ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് ഫേസിൽ ഇട്ട ശേഷം നന്നായിട്ട് ഉണങ്ങി നന്നായിട്ട് വലിഞ്ഞ ശേഷം ഇതൊന്ന് റിമൂവ് ചെയ്യുന്ന രീതിയും നമുക്ക് ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മൾ ഈ പഴത്തിൻ്റെ പൾപ്പെടുത്തല്ലോ, അതിൻ്റെ തൊലി നമ്മൾ കളയരുത്. ആ തൊലി വെച്ചിട്ട് തന്നെ അതിൻ്റെ സർക്കുലർ മോഷനിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്ത് അത് ഫേസിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാം. ആ പഴത്തിൻ്റെ തൊലിയിലും ഉണ്ട് നല്ല ഒരു ബെനിഫിറ്റ്. അതെന്താണ്, നന്നായിട്ട് ഇങ്ങനെ ഫേസിലോട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് ശകലം വെള്ളം തളിച്ചിട്ട് വേണം നമ്മൾ ഫേസിലൊക്കെ നെക്കിലൊക്കെ ഒന്ന് റിമൂവ് ആക്കി കളഞ്ഞിട്ട് ഫ്രഷ് ആയി എടുക്കുക. അപ്പം തന്നെ കുളിക്കാൻ കയറുക. കാരണം ചെറിയ സ്മെല്ലുണ്ടല്ലോ പഴത്തിന്, ആ സ്മെല്ല് നമ്മൾ ശരീരത്തിൽ നിൽക്കും. നന്നായിട്ട് കുളിച്ച് കളയാം. ഫേസിലും നമ്മൾ ഇത് തേച്ച ഭാഗത്തും സോപ്പ് ഉപയോഗിക്കാതിരിക്കുക അന്നത്തെ ദിവസം. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇതിന് നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ള ഇങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും പഴമായതുകൊണ്ട് തന്നെ. അല്ല വേറെ ഒന്നുമില്ല, സ്കിന്നിൽ എനിക്കുണ്ടായ ഗ്ലോ നിങ്ങൾ ലൈവായിട്ട് കണ്ടല്ലോ. അപ്പോൾ ഇത് ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട്